അല്ല, ഞാൻ ആലോചിക്കുകയാണ്, നമ്മളൊക്കെ എത്ര ഭാഗ്യം ചെയ്ത ആൾക്കാരാണ് അല്ലെ, ഈ 90s ജനിച്ച ആൾക്കാർ. വേറെ ഒന്നുമല്ല, നമ്മൾ ഈ കല്യാണം കഴിച്ച സമയത്തൊക്കെ ഈ റീൽസ്, ടിക്ടോക്ക്, യൂട്യൂബ്, ഇൻ്റർനെറ്റിൻ്റെ അതിപ്രസരമില്ലാത്ത സമയത്ത് നിക്കാഹ് കഴിച്ച നമ്മൾ എത്ര ഭാഗ്യം ചെയ്ത ആൾക്കാരാണ് അല്ലേ. അതുകൊണ്ട് നമ്മളെ ഈ ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് ഇപ്പോൾ ശ്രദ്ധിച്ചാൽ ഇപ്പോൾ ഡൈവേഴ്സൊക്കെ കുറവാണ്. റീൽസ് എല്ലാം വരുന്നതിന് മുമ്പ് കല്യാണം കഴിച്ച ആൾക്കാർ വാട്സപ്പ് സ്റ്റാറ്റസിൽ ഡൈവേഴ്സൊക്കെ കുറവാണ്. നല്ല സന്തുഷ്ടമായ ദാമ്പത്യ ജീവിതം നയിച്ചവരാണ്. കാരണം നമ്മളെ മംഗലത്തിന് കൂടുതൽ ആഡംബരങ്ങളില്ല, ഈ മെഹന്തി എന്നിൻ്റെ മഞ്ഞ കല്യാണം ഇല്ല, അതിന് മുമ്പത്തെ എന്തെല്ലാം പേരെനിക്കറിയില്ല, 4 ദിവസമാണ് ഇപ്പോൾ കല്യാണം, അതൊന്നും ഇല്ല. എന്ത് മൊയിലാഞ്ചി, ആ മൊയിലാഞ്ചിക്ക് ഇരുന്നടക്ക് തന്നെ നല്ല ചോറ്, നല്ല നെയ്ച്ചോറ്, ഇരുന്നടക്ക് സ്ഥലത്ത് തന്നെ ബഫൊന്നുമില്ല, ചോദിച്ച് നല്ല ഭക്ഷണം നിറച്ച്, അപ്പോൾ മൊബൈലൊന്നുമില്ല, സംസാരിച്ച് നല്ല മംഗലം വരെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. ആ പാട്ടുമില്ല, പാട്ട് വളരെ കുറവായിരുന്നു, സംഗീതത്തിൻ്റെ ഈ പടപട അതൊന്നുമില്ല. പിന്നെ മംഗലം കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, അത് ഹറാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അധികം ആൾക്കാർ അത് ഷൂട്ടിംഗ് വെക്കുന്നുണ്ട്, ആ സമയത്ത് ഹറാം. പക്ഷേ ആ കാസറ്റ് ഫാമിലി ഗ്രൂപ്പ് മാത്രം നോക്കുന്നുണ്ടായിരുന്നു, വേറെ ആർക്കും അത് കാണുന്നില്ല. ഫാമിലി അപ്പുറം അതും തെറ്റാണ്. മാത്രം ആ സമയത്ത് ഒരു ഹറാം എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാ വീട്ടിലല്ല, കല്യാണത്തിനും അങ്ങനെ ഇരുന്ന് കൊടുക്കും. നല്ല മട്ടൻ ബിരിയാണി, നല്ല ഒരു ജോയ് സോഡ, ജഫ സോഡ എല്ലാം കുടിച്ചിട്ട് തേമ്പൊക്കെ ഇട്ടിട്ട് ക്രിക്കറ്റെല്ലാം കളിക്കാൻ പോയി, പരസ്പരം സംസാരിച്ചു, മനസ്സ് തുറന്നു, 2 ദിവസം വിരുന്ന്, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നല്ല ദാമ്പത്യ ജീവിതം, നല്ല സ്വാലിഹായ മക്കൾ, യാസീനോദ മക്കൾ, വാക്യോദ മക്കൾ, അവരവർ നല്ല സന്തോഷത്തോടെ ഒരു മരണം വരെ നല്ല പിരിയാത്ത രീതിയിൽ, ഡൈവേഴ്സ് ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടായി. പക്ഷേ ഈ റീൽസ് വന്നതിന് ശേഷം, വാട്സപ്പ് വന്നതിന് ശേഷം എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇത് നമ്മളെ മുസ്ലിം സമുദായത്തിൻ്റെ വിവാഹമാണോ എന്ന് തോന്നിപ്പിക്കുന്നു. ഓരോരോ വിവാഹത്തിന് പോകുമ്പോൾ മനസ്സ് വല്ലാത്ത പടയുകയാണ്. നമുക്ക് ഈമാനുള്ളവൻ ഇന്നത്തെ കാലത്തൊരു മുസ്ലിമിൻ്റെ മംഗല കൂടാൻ പറ്റില്ല. കാരണം എന്താണ് അവിടെ, അതൊരു മംഗലാണ് പോയി, എന്താണ് അവിടെ, ഗാനമേളയാണ്, എന്ത് പെണ്ണും ആണും ഒരു നാണം ഒരു ഉളുപ്പും ഇല്ലാതെ ഡാൻസ് കളിക്കുന്ന സ്റ്റേജിൽ അതിനെ കുട്ടി തായ് കൊട്ടാനും ഒരുപാട് തൊപ്പി വെച്ച ആൾക്കാർ ഡാൻസ് കളിക്കാനും അതിന് റീൽസിലിട്ടാനും സ്റ്റാറ്റസ് ഇടാനും, പിന്നെ കമ്പയർനെസ് ആയി, അവൻ ചോക്ലേറ്റ് കൊടുത്തു, അവൻ ഐഫോൺ കൊടുത്തു, എനിക്ക് അത് കിട്ടണം, എനിക്ക് വലക്ക കിട്ടണം, ഐഫോൺ. അന്നൊരു ചോക്ലേറ്റ് പോലും ഞങ്ങൾ കൊടുക്കുന്നുണ്ടായി. കല്യാണത്തിന് മുമ്പ് 2 ദിവസമുള്ള ഫംഗ്ഷന് വേറെ ഡ്രസ്സ് കൊടുക്കണം, ചോക്ലേറ്റിന് കെട്ട് കൊടുക്കണം, ഐഫോൺ കൊടുക്കണം, വലക്ക കൊടുക്കണം. ഇത് കൊടുത്തില്ലെങ്കിൽ എന്തായി, പെണ്ണ് പിന്നെ എനിക്ക് അവനെ വേണ്ട, പിന്നെ ഡൈവേഴ്സായി, പിന്നെ സ്റ്റാറ്റസ് ഇട്ട്, അവൻ്റെ സ്റ്റാറ്റസിൽ അവൻ കാർ കൊടുക്കുന്നുണ്ട്, സ്റ്റാറ്റസ് എല്ലാ സ്റ്റാറ്റസ് ഇൻസ്റ്റാഗ്രാം. എന്ത് സംഭവിച്ചു? സ്റ്റോറി നോക്കി സ്റ്റാറ്റസ് മറ്റുള്ളവനെ കമ്പയർ ചെയ്തിട്ട്, ഇവൻ്റെ ഭർത്താവിനെ കമ്പയർ ചെയ്തിട്ട് എല്ലാം ഡൈവേഴ്സൻ, അമ്മായി ശരിയില്ല, മരുമകൾ എങ്ങനെ ശരി ഉണ്ടാകും? എൻ്റെ കല്യാണത്തിന് ഹറാമ്, അള്ളാഹ് ഇഷ്ടപ്പെടാതെ പാട്ടും വെച്ച് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ട് ഇൻഫ്ലുവൻസിനെ വിളിച്ച് അള്ളാഹിനെ ഭയം ഇല്ലാത്ത ഒരുപാട് ആൾക്കാരെ വിളിച്ചിട്ട് നീ നിക്കാഹ് കഴിഞ്ഞിട്ട് 4 ദിവസം, ഇതെല്ലാം എന്ത് നിക്കാഹ്? ഇത് ആര് പഠിപ്പിച്ചിന്? ഇതിൻ്റെ കടം വീടാൻ ടെൻഷൻ ആക്കിയിട്ട് ഗൾഫിൽ വന്നിട്ട് കടം വീടാൻ, ഇതെല്ലാം നീ എന്നെ വരുത്തി വെച്ച അള്ളാഹിൻ്റെ റസൂൽ ഇത് പഠിപ്പിച്ചിന്. ഇനി ഏറ്റവും കൂടുതൽ ഡൈവേഴ്സ് നടക്കുന്നത് മുസ്ലിം സമുദായത്തിലാണ്. ഏറ്റവും കൂടുതൽ വീടുകളും അനാചാരങ്ങളും മറ്റുള്ളവർ കണ്ടാൽ അറപ്പ് തോന്നുന്ന വിവാഹം നടക്കുന്നത് മുസ്ലിം സമുദായത്തിലാണ്. പറഞ്ഞു വരുന്നത് ഈ 4 ദിവസം എന്നുള്ളത് പഴയതുപോലെ 2 ദിവസത്തേക്ക്, അതായത് ഒരു മെഹന്തി ഫംഗ്ഷനും ഒരു കല്യാണ ഫംഗ്ഷനും കഴിഞ്ഞു. ചെറിയൊരു ഒരു ബിരിയാണി കൊടുത്താൽ മതി, ഒരു മട്ടൻ ബിരിയാണി കൊടുത്താൽ മതി, ഒരു ചിക്കൻ ഫ്രൈ, ജഫ, അത് കഴിയുന്നില്ല. നിങ്ങൾക്ക് എന്താണോ കഴിയുന്നത്? ആൾക്കാർ പലതും പറയും, കട നീ എന്നെ വിട്ടണ്ടേ, പാട്ട് വെച്ചിട്ടില്ല, അത് കൊടുത്തിട്ടില്ല, ഇത് കൊടുത്തില്ല, നല്ല എല്ലാവർക്കും തികയുന്ന ഒരു ഭക്ഷണം കൊടുത്താൽ മതി ഭായി. ആൾക്കാർ പറയട്ടെ, കട നീ വിടണ്ടേ, നീ നിന്റെ നിക്കാഹ്, നിനക്ക് പെണ്ണ് കിട്ടണം, അൽഹംദുലില്ലാ മഹർ കൊടുത്തിട്ട് പെണ്ണ് നിക്കാഹ് നീ സ്വന്തമാക്കി കഴിഞ്ഞാൽ നിങ്ങളെ ദാമ്പത്യത്തിൽ സന്തോഷം കിട്ടണം. അതാണ് നിക്കാഹിൻ്റെ ഉദ്ദേശം. എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം, എല്ലാവരും നല്ലത് പറയണം, എല്ലാവരും സ്റ്റോറി ഇടണം, അതല്ല നിക്കാഹിൻ്റെ ഉദ്ദേശം. അത് നമ്മൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മോചനം വരണം. ഈ എല്ലാ ജമാഅത്തും ഒരു തീരുമാനം എടുക്കണം. കല്യാണം 2 ദിവസം മാത്രം വെക്കാം, മൈലാഞ്ചി കല്യാണം പഴയതുപോലെ, പാട്ട് വെക്കാൻ പാടില്ല. ഈ ജമാഅത്തിൽ മ്യൂസിക്, പെണ്ണിനെ കൊണ്ട് പാട്ട് പാടിക്കാൻ പാടില്ല. അതുപോലെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി, ഫാഷൻ ഡിസൈനർ പെണ്ണിങ്ങനെ ഡാൻസ് പഠിപ്പിക്കുന്ന ഒരു ഇതുണ്ടെങ്കിൽ ഞങ്ങൾ വരില്ല നിക്കാഹിന്. ഉസ്താമാരത്തി എല്ലാവരും തീരുമാനം എടുക്കണമെന്ന്. ഇങ്ങനെ ഇല്ലെങ്കിൽ എന്താ പറയുക, ഇങ്ങനെ കല്യാണം കഴിച്ച് പോയ 1 വർഷത്തിന് മുമ്പ് ഡൈവേഴ്സായി, അമ്മായി ശരിയില്ല, വൈഫ് ഞാൻ പറയുന്നത് പോലെ കേൾക്കുന്നില്ല, ഐഫോൺ വേണം, മറ്റേ വേണം, ഉസ്താമാരുടെ അടുത്ത് തന്നെ പോയാൽ ഉസ്താമാർ പറയും, നിന്നോട് ആരാ പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറഞ്ഞു, നിന്നോട് ആരാണ് സ്റ്റോറി ഇടാൻ പറഞ്ഞു, നിന്നോട് ആരാണ് ആദ്യം ഐഫോൺ ചോക്ലേറ്റ് കൊടുക്കാൻ പറഞ്ഞു, നിന്നോട് ആരാണ് 4 ദിവസത്തെ കല്യാണം കഴിക്കാൻ പറഞ്ഞ ഉസ്താദ് ചോദിച്ചാൽ ഇവൻ എന്ത് പറയും? ഇത് ആദ്യം തന്നെ പറയണം, ഇങ്ങനത്തത് ഇല്ലവായി, 4 ദിവസം ഒന്നും വേണ്ട, 2 ദിവസം മതി. ഈ പൈസ ഇല്ലാതെ, ചിലവില്ലാതെ ഗൾഫിൽ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസ ഈ 4 ദിവസത്തെ നിക്കാഹ് എന്തിന് ചെയ്യണമെന്ന്, ഗ്രൂമിങ്, എന്തിന് മെഹന്തി കല്യാണം, ഇതൊക്കെ ഒഴിവാക്കേണ്ട സമയമായി. വെറും 2 ദിവസം, പണ്ടിന്ന് 2 ദിവസമുണ്ട്. നമ്മളൊക്കെ കല്യാണം കഴിച്ച ഒരൊറ്റ ദിവസമാണ്, രാത്രി മെഹന്തിയായി കല്യാണമായി ഒരൊറ്റ ദിവസം കൊണ്ട് തീർത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഇപ്പം തന്നെ യുവാക്കൾ പ്ലാൻ ചെയ്യും, എൻ്റെ കല്യാണത്തിന് ഇങ്ങനെ 4 ദിവസം വേണ്ട, ചോക്ലേറ്റ് കൊടുക്കുന്നത് വേണ്ട, റീൽസ് ഇടുന്നത് വേണ്ട, ഐഫോൺ കൊടുത്തത് നിങ്ങൾ സ്റ്റാറ്റസ് ഒന്നും ഇടണ്ട ഇൻസ്റ്റാഗ്രാമിൽ, കാരണം അത് കണ്ണ് തട്ടും,
തട്ടും, അത് പിന്നെ നമ്മൾ ദാമ്പത്യത്തെ ബാധിക്കും. മറ്റുള്ളവർ ചെയ്യുന്നത് വിടട്ടെ, നമ്മൾ അള്ളാഹിനെ ഭയപ്പെടണം. അങ്ങനെ സ്റ്റോറി ഇടാൻ പാടില്ല, ഞാൻ ഗിഫ്റ്റ് തന്നതിന് 4 ദിവസം വേണ്ട. അതുപോലെ ഒരുപാട് മ്യൂസിക് പെണ്ണുങ്ങളെ കൊണ്ട് പാട്ട് പാടിക്കുന്ന വേണ്ട. പിന്നെ കല്യാണത്തിൻ്റെ സ്റ്റേജിൽ ഡാൻസുകൾ, പെണ്ണിനെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കുക, പെണ്ണിനെ കൊണ്ട് വേണ്ടാത്തതൊക്കെ ചെയ്യിക്കുക. പിന്നെ രാത്രി ഒരുപാട് എൻ്റെ വീട്ടിൽ പോയിട്ട് പെണ്ണിൻ്റെ വീട്ടിൽ പോയി ഉപ്പാനെ കഷ്ടപ്പെടുത്തി അറ പൊളിക്കുക. അതൊന്നും വേണ്ട. അത് അള്ളാഹു റസൂൽ ഇഷ്ടപ്പെടുന്നതല്ല. എൻ്റെ റബ്ബ് എനിക്ക് തന്ന അനുഗ്രഹമാണ് ഈ കല്യാണിക്കാനുള്ള തൗഫീക്ക്. ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ ദീനെ സ്നേഹിക്കുക സുഹൃത്തുക്കൾ. അങ്ങനെ സ്നേഹിച്ചാൽ നമ്മളെ ലൈഫിലും നമ്മളെ എല്ലാത്തിലും അതിൻ്റെ ബർക്കത്ത് കാണും, അല്ലെങ്കിൽ അത് നഷ്ടപ്പെടും. അപ്പം മറ്റുള്ളവരെ കോപ്പി ചെയ്ത് ജീവിക്കേണ്ടവരല്ല നമ്മൾ. ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് നോക്കുക. എന്തൊരു സുന്ദരമായിരിക്കും, എന്തൊരു സന്തോഷമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ. കടങ്ങളൊന്നും ഇല്ല, കടങ്ങൾ ഉണ്ടെങ്കിൽ വീട്ടാനുള്ള തൗഫീക്ക് അള്ളാഹു നൽകും. അപ്പം അങ്ങനെയൊക്കെ തീരുമാനം എടുക്കുക. രാത്രി പെണ്ണിനെ കൊണ്ട് പാട്ട് പാടിക്കുക, പിന്നെ അവിടെ പോയിട്ട് പെണ്ണിനെ പ്രദർശിപ്പിച്ചിട്ട് റീൽസ് ഇടുക. പുറത്തേക്ക് നിൻ്റെ ഒരു കല്യാണത്തിൻ്റെ ആൽബം റീൽസ് ഒന്നും നീ പുറത്തേക്ക് നിൻ്റെ പെണ്ണിനെ വെച്ചിട്ടുള്ള ഒരു പാട്ടവും ഒരു ആൽബം ഒന്നും റീൽസിലും ഇൻസ്റ്റാഗ്രാം ഷെയർ ചെയ്യേണ്ട. അത് ഒരുപാട് പേര് കണ്ടതിൻ്റെ കുറ്റം നിങ്ങൾ കിട്ടും. ആ പെണ്ണിൻ്റെ അവയവങ്ങളും ശരീരഭാഗങ്ങളും കണ്ടാൽ എത്ര വില ഗൗരവമുള്ള ഇതെന്ത് നമ്മൾ ഇങ്ങനെ ആയിപ്പോയി, വല്ലാത്തവരെ വിഷമമുണ്ട്. എല്ലാവരും ഇതിനെതിരെ സംസാരിക്കണം, എല്ലാ ജമാഅത്തിലും ഇതിനെതിരെ, എല്ലാ യുവാക്കളും ഇതിനെതിരെ സംസാരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉമ്മത്തിൽ, നമ്മളെ കുടുംബജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.